സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം. പൊന്നോമനകൾക്ക് സ്കൂളിലേക്ക് ആവശ്യമായ ബാഗുകളും ഷൂസുകളും ബ്രാൻഡഡ് തന്നെ വേണം, അതും മിതമായ നിരക്കിൽ. സ്കൂളിലേക്ക് ആവശ്യമായ ബാഗുകളുടെയും ഷൂസുകളുടെയും വിപുലമായ ശേഖരവുമായി അന്ന ഒരുങ്ങിക്കഴിഞ്ഞു. സ്കൂൾ സീസണോടനുബന്ധിച്ച് എല്ലാ ബാഗുകളും പാദരക്ഷകളും കുറഞ്ഞ നിരക്കിൽ അന്നയിൽ നിന്നും ലഭ്യമാണ്. ബ്രാൻഡഡ് ഐറ്റംസുകളുമായി നിങ്ങളുടെ പൊന്നോമനകൾ ഇനി സ്കൂളിലേക്ക്. മിതമായ നിരക്കിൽ അന്നയോടൊപ്പം ഈ സ്കൂൾ സീസൺ. അന്ന ഫുഡ്വെയർ, ഓപ്പോസിറ്റ് കനറ ബാങ്ക്, മെയിൻ റോഡ്, ചേലക്കര. ഷൊർണൂർ അൽ അമീൻ കോളേജിലെ നിയമ വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ വിഷയത്തിൽ യുവജന കമ്മീഷൻ കേസെടുത്തു. കോളേജിലെ ഹോസ്റ്റൽ ഫീസ് വർധനയുമായി സമരം ചെയ്ത 4 വിദ്യാർത്ഥികളുടെ സസ്പെൻഷനിൽ 15 ദിവസങ്ങൾ പിന്നിട്ടിട്ടും വിദ്യാർത്ഥികളുടെ പ്രശ്നം ഒത്തുതീർപ്പാക്കാത്തതിനെ തുടർന്നാണ് നടപടി. ഷൊർണൂർ അൽ അമീൻ കോളേജിലെ നിയമ വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ വിഷയത്തിൽ യുവജന കമ്മീഷൻ കേസെടുത്തു. കോളേജിലെ ഹോസ്റ്റൽ ഫീസ് വർധനയുമായി സമരം ചെയ്ത 4 വിദ്യാർത്ഥികളുടെയും സസ്പെൻഷനിൽ 15 ദിവസങ്ങൾ പിന്നിട്ടിട്ടും വിദ്യാർത്ഥികളുടെ പ്രശ്നം ഒത്തുതീർപ്പാക്കാത്തതിനെ തുടർന്നാണ് നടപടി. ഹോസ്റ്റൽ ഫീസ് വർധനയുമായി നടത്തിയ സമരത്തിൽ പങ്കെടുത്തതിന് പിന്നാലെയാണ് 4 പേരെ സസ്പെൻഡ് ചെയ്തത്. ഇവരെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് കോളേജിനുള്ളിൽ നടത്തിയ പ്രതിഷേധത്തിനിടെ വിദ്യാർത്ഥിനി പെട്രോൾ കുപ്പിയുമായി ആത്മഹത്യാ ഭീഷണി മുഴക്കിയതും കോളേജിനുള്ളിൽ വലിയ അലയൊലികൾ സൃഷ്ടിച്ചിരുന്നു. ഇതിന് പിന്നാലെ യുവജന കമ്മീഷൻ വിഷയത്തിൽ ഇടപെട്ട് കുട്ടികളുടെ മൊഴി രേഖപ്പെടുത്തുകയും കോളേജ് അധികാരികളുടെ ഭാഗം കേൾക്കുകയും ചെയ്തിരുന്നു. കമ്മീഷൻ അംഗം ഷാജഹാൻ, കോർഡിനേറ്റർ എം രൺദീഷ് ഉൾപ്പെട്ട സംഘം കഴിഞ്ഞ മാസം 26-ന് കോളേജിലെത്തി പരാതിക്കാരിൽ നിന്നും മൊഴി രേഖപ്പെടുത്തിയിരുന്നു. കുട്ടികളുടെ പരാതിയിൽ കഴമ്പുണ്ടെന്ന് മനസ്സിലാക്കിയ കമ്മീഷൻ ഒരാഴ്ചയ്ക്കകം വിഷയം പരിഹരിക്കണമെന്നാണ് കോളേജ് അധികാരികളോട് നിർദ്ദേശിച്ചിരുന്നത്. കമ്മീഷൻ നൽകിയ കാലാവധി കഴിഞ്ഞിട്ടും വിഷയം പരിഹരിക്കപ്പെടാത്ത സാഹചര്യത്തിലാണ് കേസെടുക്കുന്ന നടപടിയിലേക്ക് കടന്നതെന്ന് കമ്മീഷൻ അംഗങ്ങൾ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് CCV.